ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ലുലു മാൾ വരെ പോവാണ്. അതിൻ്റെ ചെറിയ ഷോ ഓഫാണ് നിങ്ങളീ കാണുന്നത്. എല്ലാം വെച്ച് അമ്പാടിയും ഉണ്ണിക്കുട്ടനും മാളും അഖിൽമാമനും ഒക്കെ ഉണ്ട്. ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഉണ്ണിക്കുട്ടൻ്റെ അനിയത്തിയാണ് മാളു. മാളുവിനെ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് മാളിനോടൊരു ഹായ് ഒക്കെ ചോദിച്ചു, പക്ഷെ അവൾ തരുന്നില്ല ഗൈസ്. എന്നെ ചെയ്യാനാ? ഇപ്പം തന്നെ രക്ഷപ്പെട്ടു, ഓറ പോയില്ല. അപ്പോൾ ഞങ്ങൾ ലുലുമാളൊക്കെ ചെന്നു. അവിടെ പാർക്ക് ചെയ്തിട്ട് നടന്നു പോവാം. ഭയങ്കര ആളായിരുന്നു. കണ്ടോ, ക്രിസ്മസിൻ്റെ ആയിരുന്നു തിരക്ക്. നല്ല ആളെന്ന് പറഞ്ഞാൽ അതുപോലെ ആൾക്കാരായിരുന്നു. ചെറുതായിട്ടൊന്ന് പെട്ടുപോയി. പിന്നെ നമ്മൾ അവിടുന്ന് നടന്നു. കുറേ നടക്കാനുണ്ടായിരുന്നു. എല്ലാം വെച്ചിരിക്കാൻ കാലിയേറിയ വേദന ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു നടക്കാൻ. ഞങ്ങളങ്ങനെ അതിൻ്റെ അകത്ത് കയറി. നല്ല രസമായിരുന്നു ഗൈസ്. ഫുൾ ലൈറ്റും ക്രിസ്മസിൻ്റെ ഈ ഡെക്കറേഷനൊക്കെ എനിക്കാണെങ്കിൽ കാണാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ അകം മൊത്തം നല്ല രസമായിരുന്നു. ഈ ക്രിസ്മസ് ട്രീ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാം. പിന്നെ അവിടെ എന്തോ ഷോ ആയിരുന്നു, മറ്റേ ബബിളൊക്കെ ഇങ്ങനെ എന്തോ വിടുന്ന. ആ ചേട്ടൻ കുറേ മാജിക്കല്ല, പുള്ളി ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കാണിച്ചു. അപ്പം ഞങ്ങളതിൻ്റെ മണ്ടേ കയറി ഫുഡ് കോർട്ടിൻ്റെ അവിടെ ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ ഞങ്ങൾ കുറച്ച് ഫണ്ട് വരെ കയറാൻ. അപ്പോൾ അവിടെ നിന്ന് ചുമ്മാ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമായിരുന്നു കാണാൻ. പക്ഷെ നല്ല ആളായിരുന്നു. ഇതിൻ്റെ അകത്ത് വലിയതായിട്ടൊന്നും കാണുന്നില്ലെങ്കിലും നല്ല ആളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് വലിയതായിട്ട് കാണത്തില്ല, മൊത്തം എടുത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ഫണ്ട് വരയ്ക്കകത്ത് കയറി. അതിൻ്റെ അകമാണെങ്കിൽ മുടിഞ്ഞ ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ഈ ഒരു ട്രെയിൻ പോലത്തെ ഇതിൻ്റെ അകത്ത് കയറി. നല്ല രസമുണ്ടായിരുന്നു. കയറിയൊക്കെ ഇരുന്ന് ഞാനോർത്തത് ഭയങ്കര ഇതായിരിക്കുന്നു. പക്ഷെ തുടക്കത്തിൽ ഇങ്ങനെ പയ്യായിരുന്നു പോയേ. പിന്നെ ഇവിടം തൊട്ട് താഴോട്ടുണ്ട്, അവിടെ അങ്ങോട്ടും അങ്ങ് സ്പീഡ് കൂടാൻ തുടങ്ങി. ഇവിടം വരുമ്പോൾ തൊട്ട് ഞാൻ ഓർത്ത് ഫോൺ കയ്യിൽ നിന്ന് പോകുന്നു. ഭാഗത്തിന് പോയൊന്നും ഇല്ല. എന്നാലും വലിയ പേടിക്കാൻ മാത്രമൊന്നും ഇല്ലായിരുന്നു. ഞാൻ പിന്നെ പണ്ട് ധൈര്യശാലിയാണല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ ഒരു 3-4 വട്ടം കണ്ട് ഇതിങ്ങനെ കറങ്ങി വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ ചുറ്റെടുത്തു. ഈ സ്ഥാനത്തൊക്കെ ആയിരുന്നു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഈ ഗ്രാവിറ്റിയുടെ ഇതിലാണ് എൻ്റെ അടുത്ത് നമ്മൾ കയറാൻ പോകുന്നത്. ഇതിൻ്റെ അകത്തുനിന്ന് ഓരോരുത്തരൊക്കെ തല കറങ്ങിയായിരുന്നു കൈസ് വരുന്നത്. ആദ്യം ചെറിയ പേടി ഉണ്ടായിരുന്നു. എന്നാലും പിന്നെ കയറി. അമ്പാടിയാണ് ഫ്രണ്ടിൽ പോകുന്നത്. അവൻ വലിയ ധൈര്യം കാണിക്കുമെങ്കിൽ അവന് പേടിയായിരുന്നു ആദ്യം. പിന്നെ അതിൻ്റെ അകത്ത് കയറിയൊക്കെ ഇരുന്ന് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ അകത്ത് ഫോൺ അലൗഡ് അല്ലായിരുന്നു, അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. എൻ്റെ കൈസ് നമ്മളതിനെ തൊട്ടി പിടിച്ചിരിക്കായിരുന്നു, അനങ്ങാൻ പോലും പറ്റിയില്ല. പിന്നെ നമ്മൾ പറഞ്ഞ സന്നില്ല അവിടുത്തെ കയറി. അതിങ്ങനെ ഞാൻ ആദ്യം ഓർത്ത് ഫോൺ പോകുമായിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ എൻ്റെ പൊട്ട് പോയി. അപ്പോൾ ഞാൻ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ്, ചുമ്മാ ജസ്റ്റ് ഫണ്ണേ. പിന്നെ ഒത്ത കയറി. എൻ്റെ മോനെ എന്നാ സ്പീഡായിരുന്നത്. കയ്യിൽ നിന്ന് ഫോൺ മാത്രം പോയില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. വേറെ ആരും കണ്ടില്ല അല്ലേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയപ്പോഴത്തേക്കും മാളൂന് എന്തിനേലും കയറണമല്ലോ, ഇതിലൊന്നും കയറാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് മാളൂന് ഇതിലങ്ങ് കയറ്റി. എൻ്റെ പേര് ഞാൻ മറന്നുപോയി ഗൈസ്. അയ്യോ, ശരിക്കും ഞാൻ മറന്നുപോയി, കിട്ടുന്നില്ല. മെറി ഗോ റൗണ്ടാണോ? അതാണോ? അതാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയപ്പം ചെറുക്കന്മാർക്ക് ഇട്ട് കയറണമെന്ന് പറഞ്ഞു. എനിക്കും കയറണമെന്നൊക്കെ ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ചുറ്റും ആൾക്കാരൊക്കെ ഉണ്ട്. ഞാനൊരു ഇൻവേർട്ടറും കൂടെ ആയതുകൊണ്ട് എനിക്ക് പിന്നെ ഇത് മടിയായിരുന്നു ഇതിലൊക്കെ കയറാൻ. കാരണം ഞാൻ ഈ ഓടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴേ പിന്നെ ഈ വെടിവെക്കുന്ന എടുക്കണമെന്നും ഉണ്ടായിരുന്നു. പക്ഷെ അപ്പുറത്തും ആൾക്കാരുള്ളതുകൊണ്ട് ഞാൻ പിന്നെ കയറില്ല. ഞാൻ പറഞ്ഞില്ല ഞാൻ ഇൻവേർട്ടറാന്ന്. അമ്പാടി ഇങ്ങനെ ഓടിക്കുന്നത് കണ്ടപ്പം പക്ഷെ കാണിക്കുന്നുണ്ടോ മൊത്തം ഇടിച്ച് പൊക്കോണ്ടിരിക്കുക. എൻ്റെ കൈയെല്ലാം കിട്ടണം. പക്ഷെ ഞാനൊരു ഇൻവേർട്ടർ ആയതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ വേറൊന്നുമല്ല. എന്നാലും കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. പിന്നെ അവന് അത് കഴിഞ്ഞ് സെക്കൻഡ് കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് വിശക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് കോർട്ടിൽ അഖിൽമാമൻ സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വരാൻ വേണ്ടി പോയി. കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. സീറ്റൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു സീറ്റൊക്കെ ആയി. അത് കഴിഞ്ഞ് അഖിൽമാമൻ ഞങ്ങൾക്ക് ഐസ്ക്രീം മേടിച്ചു തന്നു. ബ്രോസ്റ്റഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ടൈം എടുക്കും. അതുകൊണ്ട് പിന്നെ നമ്മൾ സ്റ്റാർട്ടപ്പായിട്ട് ഐസ്ക്രീം കഴിച്ചു. അമ്പാടിയോടൊന്ന് ചിരിച്ച് കാണിക്കാൻ പറഞ്ഞതിൻ്റെയാണ് ആ ക്യൂട്ട്നെസ്. പിന്നെ ബ്രോസ്റ്റഡ് വന്നു. ഫുൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, വന്നതും തീർന്നതും എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പം അതങ്ങനെ അവിടെ തീർന്നു. പിന്നെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴത്തേക്കും നമ്മൾ ആദിലിനെ നൂറേനെ കണ്ടു ഗൈസ്. പക്ഷെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതിലാണ് നമുക്ക് പോകേണ്ടത്. പക്ഷെ അതിലല്ല ഗൈസ് പോകേണ്ടത്. ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി. ഞങ്ങൾക്ക് വേറെ ഇതിലൂടെയായിരുന്നു പോകേണ്ടത്. അപ്പോൾ നമ്മൾ അവിടുന്ന് തിരിഞ്ഞ് നേരെ പൊയ്ക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങി. നമ്മൾ പാർക്കിംഗ് ഏരിയയിലോട്ട് പോകണം. ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു രാത്രിയാവും തോറും. പിന്നെ നല്ല രസമായിരുന്നു ഗൈസ് അവിടെ മൊത്തം കാണാൻ. വന്നപ്പോൾ ഇത്രയും ലൈറ്റ് ഇല്ലായിരുന്നു, അത് കഴിഞ്ഞ് വൈകിട്ടായപ്പോഴാണ് ലൈറ്റ് ഇട്ടത്. അപ്പോൾ നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ നമ്മുടെ വണ്ടി ഇട്ടേക്കുന്നതിൻ്റെ അങ്ങോട്ടൊക്കെ വന്നു. കൊള്ളായിരുന്നു. ഞങ്ങൾ ഇത്രയും പേരാണ് പോയത്. എല്ലാം വെച്ചുകൊണ്ട് എൻ്റെ പുറകിലാണ്, നമ്മൾ ഈ കാറിലാണ് വന്നത് ഗൈസ്. പോകണം. കാറൊക്കെ എടുത്ത് ഇറങ്ങിയപ്പോഴാണ് അടിപൊളി ബ്ലോക്ക്. ഇത് റോഡിലല്ല, ലുലുമാളിൻ്റെ അകത്തുള്ള ബ്ലോക്കാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര നേരം അവിടെ നിന്നെന്നറിയോ. പിന്നെ അത് കഴിഞ്ഞാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാനും മാളും കൂടെ ചെറിയ ക്യൂട്ട്നെസ് ഒക്കെ ഇടാൻ നോക്കി കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അവളതിൻ്റെ അകത്ത് ഹായ് ഒക്കെ തന്നു.
പിന്നെ നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങി. അവിടെയും അത്യാവശ്യം നല്ല ബ്ലോക്കൊക്കെ ആയിരുന്നു, കാരണം ക്രിസ്മസ് ഒക്കെ ആണല്ലോ, അതിൻ്റേതായ കുറേ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പിന്നെ എൻ്റെ തിരുന്നാൽ മതിയല്ലോ. ലുലുമാളെ പുറത്തുനിന്ന് കാണാൻ എന്നെ രസം ഗൈസ്. അത് കഴിഞ്ഞാണ് നമ്മൾ എടപ്പള്ളി പള്ളിയുടെ പെരുന്നാളിൻ്റെ അവിടെ ആ ലൈറ്റൊക്കെ കാണാൻ എന്ത് രസമെന്നറിയാവോ. അകത്തൊക്കെ കയറണമെന്നുണ്ട്, പിന്നെ നമുക്ക് കയറാൻ പറ്റിയില്ല. എന്നാലും ഞാൻ റീലിലൊക്കെ കണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. എന്നാലും ദൂരെ നിന്നാണെങ്കിലും കാണാൻ പറ്റിയല്ലോ, അത് തന്നെ വലിയ കാര്യം. എന്നാലും എന്നെ രസമാണ് ഇതൊക്കെ കാണാൻ. സമ്മതിക്കണം. അത് കഴിഞ്ഞിങ്ങനെ പോയപ്പോൾ നമ്മൾ അമ്പിളിയമ്മാവനെ കണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ എടുത്തു, മൊത്തം കിട്ടി. നമ്മുടെ ഫോണൊക്കെ തല്ലിപ്പൊളി ഫോണാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വീട്ടിൽ വന്നു. ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ റോഡ്. കൊള്ളാം. അത് കഴിഞ്ഞാണ് അവിടുത്തെ അമ്പിളിയമ്മാവനെ കണ്ടത്. അപ്പോൾ ഞാൻ ഒരു വീഡിയോ തുമ്പത്തിൻ്റെ ബാക്കിയായിട്ട് അങ്ങ് എടുത്തു. ഇതിൻ്റെ അകത്ത് എനിക്ക് അമ്പിളിയമ്മാവൻ ഇഷ്ടം. കൊള്ളാം ഗൈസ്. നമ്മൾ വീട്ടിൽ വന്നപ്പോൾ അമ്പാടി നമുക്കൊരു ടാറ്റയൊക്കെ തന്നു. പുള്ളി മടുത്ത് മൊത്തത്തിൽ, കുറേ നടന്നല്ലോ. അത് കഴിഞ്ഞ് വീടിൻ്റെ ഫ്രണ്ടിൽ കുറേ ട്രെയിനൊക്കെ പോകുന്നുണ്ടായിരുന്നു, അതിൻ്റെയും വീഡിയോ എടുത്തപ്പോൾ ഇത്രയുള്ള ഗൈസ്. ടാറ്റാ.